നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഞാൻ എഴുന്നേറ്റ് വരുമ്പോ വാതില് ലോക്ക് ചെയ്യാത്തത് കണ്ട് നോക്കുമായിരുന്നു. ഇന്നലെ ലോക്ക് ചെയ്യാൻ വിട്ടുപോയതായിരിക്കും. ഏയ്, കിടക്കാൻ നേരത്ത് ശ്യാമേട്ടൻ വന്ന് ലോക്ക് ചെയ്യുന്നത് ഞാൻ കണ്ടതാണല്ലോ. ഇനി അമ്മ കാലത്ത് എവിടേക്കെങ്കിലും ഇറങ്ങിപ്പോയതായിരിക്കോ? അമ്മേ, അമ്മേ. സോനെ, ഞാൻ അമ്മയുടെ മുറിയിലൊന്ന് നോക്കട്ടെ. അമ്മേ, അമ്മേ, അമ്മേ. എന്തേ ഇല്ലേ? അമ്മ ഇവിടെ ഇല്ലെന്നേ. ഓ, അപ്പൊ അത് തന്നെയാ സംഭവം. അമ്മ പണി തന്ന. അമ്മ എവിടെ പോയതായിരിക്കും സോനെ? അതൊക്കെ ഇനി അന്വേഷിച്ചാലല്ലേ അറിയൂ. നീ വേഗം പോയി സത്യേട്ടനെ വിളിച്ചോണർത്ത്. ഞാൻ ശ്യാമേട്ടനെ വിളിക്കാം. ഹലോ, ആരാ? ഇന്ദ്രേട്ടാ, ഞാനാ സത്യനാ. എന്താടാ ഇത്ര രാവിലെ? ഇന്ദ്രേട്ടാ, അമ്മ. അമ്മ? എടാ, അമ്മയ്ക്ക് എന്ത് പറ്റി? എടാ സത്യം, നമ്മുടെ അമ്മയ്ക്ക് എന്താ പറ്റിയെന്ന്? ഏട്ടാ, ഒന്നും പറ്റിയില്ല. അമ്മയെ രാവിലെ കാണാനില്ല. കാണാനില്ലെന്നോ? അമ്മ എങ്ങോട്ട് പോവാനാ? എടാ, അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാ? അങ്ങനെ പറയത്തക്ക പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല ഏട്ടാ. പിന്നെ ഞാനും ശ്യാമും കൂടി ജംഗ്ഷൻ വരെ ഒന്ന് പോയി നോക്കട്ടെ. ഇന്ദ്രേട്ടനെ ഒന്ന് അറിയിച്ചെന്നേ ഉള്ളൂ. എന്നാ വെക്കട്ടെ. അനു, 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 എന്താ ഇന്ദ്രേട്ടാ? അനു, അമ്മയെ വീട്ടിൽ കാണാനില്ല. കാണാനില്ലെന്നോ? ആ, ഈ അമ്മ ആരോടും പറയാതെ എങ്ങോട്ട് പോയതായിരിക്കും? അമ്മ സത്യനെ പേടിപ്പിക്കാൻ വേണ്ടി ചെയ്തതായിരിക്കും ഇന്ദ്രേട്ടാ. പണ്ടും ഇതൊക്കെ പതിവുള്ളതല്ലേ. വല്ല അമ്പലത്തിന്റെ മുറ്റത്തും പോയിരിക്കുന്നുണ്ടാവും. അല്ല അനു, ഇത് സത്യന് ശ്യാമും കൂടെ അമ്മയെ അന്വേഷിക്കാൻ പോകുമെന്ന് പറഞ്ഞു. അത് നീ പോയ വണ്ടിയുടെ കീങ് എടുത്തന്നെ. ചെല്ല്. ഞാൻ പോയി നോക്കിട്ട് വരാം. വാതിലടച്ചോ. നിനക്കൊരു പണി വരാൻ പോകുന്നുണ്ടെന്ന് പറയാനാ ഞാൻ വിളിച്ചത്. പണിയോ? എന്ത് പണി? നിന്നെയും ഇന്ദ്രനെയും എന്ത് വില കൊടുത്തും അകറ്റാൻ തീരുമാനിച്ചിരിക്കുക. സുശീലയും പിന്നെ ഹർഷയും. അമ്മേ, അമ്മേ. അയ്യോ മോനെ ഇന്ദ്ര, അമ്മയ്ക്ക് അവിടെ ജീവിക്കാൻ പറ്റില്ല മോനെ. മതിയായി. എനിക്ക് വില തരാത്ത മക്കളുടെ കൂടെ ജീവിച്ച് എനിക്ക് മതിയായി. എടാ, നീ എന്നെ കൈവിടല്ലേടാ ഇന്ദ്ര.
ഒന്നുകിൽ നീ എൻ്റെ കൂടെ അങ്ങോട്ട് വാ, നമുക്ക് ഒരുമിച്ച് അവിടെ ജീവിക്കാം. അതല്ലെങ്കിൽ ഞാൻ ഇവിടെ തന്നെ നിന്റെ കൂടെ കഴിഞ്ഞോളാം. ഞാൻ നിനക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കില്ല മോനെ. ഈ വീട്ടിലെ ജോലിയെല്ലാം ഞാൻ ചെയ്തോളാം. ഒരു വേലക്കാരിയെ പോലെ ഞാൻ ഇവിടെ കഴിഞ്ഞോളാം. അമ്മ ഒന്ന് കരയാതിരിക്കേ. അമ്മയെ വീട്ടിൽ കാണാനില്ല എന്ന് പറഞ്ഞ് സത്യം വിളിച്ചിരുന്നു. അമ്മ എന്തിനാ ആരോടും പറയാതെ വന്നേ? ഞാൻ പറഞ്ഞതാ ഇന്ദിര. ഇന്നലെ രാത്രി സത്യനും ശ്യാമും എനിക്കെതിരെ ഗൂഢാലോചന നടത്തിയപ്പോ അവരുടെ മുഖത്ത് നോക്കി ഞാൻ പറഞ്ഞതാ ആ വീട്ടിലെ എന്റെ അവസാനത്തെ രാത്രി ആയതെന്ന്. ഇനി എനിക്ക് അങ്ങോട്ട് തിരിച്ചു പോകണ്ട ഇന്ദിര. അങ്ങനെ പോകേണ്ടി വന്ന നിന്റെ അമ്മ വല്ല ആറ്റിലെ കുളത്തിലെ ചാടി ചാവത്തേ ഉള്ളൂ. അമ്മ വിഷമിക്കണ്ട. ഞാൻ എന്തായാലും എന്റെ അമ്മയെ കൈവിടില്ല. അമ്മ വിഷമിക്കാതെ, കരയാതെ. നമുക്ക് നോക്കാം. സത്യേട്ടനും ശ്യാമും പോയി എവിടെന്നെങ്കിലും അമ്മയെ കണ്ടുപിടിച്ച് കൊണ്ടുവരുമായിരിക്കും, അല്ലേ സോനെ? സാധാരണ അമ്മ ഇതുപോലെ പ്രതിഷേധിച്ചും പിണങ്ങിയൊക്കെ പോയ വല്ല അമ്പലത്തിലും പോയിരിക്കാറാ പതിവ്. വേറെ അവിവേകമൊന്നും അമ്മ കാണിക്കില്ലല്ലോ. ഏയ്, ഇതൊക്കെ അമ്മയുടെ ഓരോ നമ്പറല്ലേ. ബാക്കിയുള്ളവരെ കുറച്ച് സമയത്തേക്ക് പേടിപ്പിച്ച് നിർത്തുക. ഇതിന് പുറകെ ചിലപ്പോ പട്ടിണി സമരവും മൗനവ്രതവും ഒക്കെ തുടങ്ങാനും മതി. ഭാനുമേ, നിങ്ങൾ ഏത് അമ്പലത്തിൽ നിന്നാ വരുന്നേ? ഞാൻ ഇന്ന് കൃഷ്ണന്റെ അമ്പലത്തിലാ മോളെ പോയത്. അവിടെ അമ്മയെ കണ്ടില്ലല്ലോ അല്ലേ? ഇല്ല. എന്താ എന്താ നിങ്ങൾക്ക് രണ്ടാൾക്കും ഒരു വെപ്രാളം പോലെ? സുശീല മിണ്ടാതെയും പറയാതെ ഇറങ്ങിപ്പോയതാണോ? അതെ ഭാനുമ്മേ, രാവിലെ എണീറ്റ് നോക്കുമ്പോ അമ്മയെ കാണാനില്ല. സത്യേട്ടനും ശ്യാമോ അന്വേഷിച്ചു പോയിരിക്കുക. ഈശ്വരാ, ഇവൾ എന്ത് പണിയായി കാണിച്ചു? എന്റെ ദൈവമേ. അവര് വരുന്നുണ്ട്. എന്തേ സത്യേട്ടാ, അമ്മയെ കണ്ടോ? ഇല്ല, അമ്മ രാവിലെ ബാഗുമായിട്ട് ഓട്ടോ കയറി പോകുന്നത് പത്രം ഇടുന്ന പയ്യൻ കണ്ടുന്നു. സോനെ, നിന്റെ കയ്യിൽ ഹർഷയുടെ നമ്പർ ഉണ്ടോ? അല്ല, ആന്റി അവളുടെ അടുത്ത് പോയിരിക്കാനാ സാധ്യത. ആ, അത് ശരിയാ. ഇപ്പൊ അവിടെയാണല്ലോ അവളുടെ താവളം. എന്റെ ഫോണിൽ അവരുടെ പഴയ നമ്പർ ഉണ്ടായിരുന്നു, ഞാനൊന്ന് നോക്കട്ടെ. ഏട്ടനാ വിളിക്കുന്നേ. എടുക്ക്. ഹലോ ഏട്ടാ. എടാ, അമ്മ ഇവിടെ ഉണ്ട്. എവിടെ എവിടെ വെച്ച് ഏട്ടൻ അമ്മയെ കണ്ടത്? എടാ, അമ്മ അവിടെ നിന്ന് നേരെ ഇങ്ങോട്ടാ വന്നത്, എന്റെ വീട്ടിലേക്ക്. ഓഹോ, ഏട്ടന്റെ വീട്ടിലേക്കായിരുന്നെങ്കിൽ അമ്മയ്ക്ക് അതൊന്നും ആരോടെങ്കിലും പറഞ്ഞിട്ട് ഇറങ്ങിക്കൂടായിരുന്നോ? വെറുതെ മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട്. എടാ, അമ്മയ്ക്ക് അവിടെ നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് ഇറങ്ങിയതാന്നാ പറഞ്ഞേ. ഇനി കുറച്ച് ദിവസം അമ്മ ഇവിടെ നിൽക്കാന്നാ പറഞ്ഞേ. ഇനി അമ്മയ്ക്ക് നിങ്ങളുടെ സമാധാനം കൂടി കളയണം. എടാ, അപ്പൊ ശരി, നീ വെച്ചോ. പിന്നെ കുറച്ചു ദിവസം അമ്മ ഇവിടെ നിൽക്കട്ടെ. ശരി. ഏട്ടൻ അമ്മയെ ഏറ്റെടുത്ത പിന്നെ ഞാനെന്ത് പറയാനാ? ശരി. അവസാനം അമ്മ ഉദ്ദേശിച്ചെടുത്ത് തന്നെ ചെന്നെത്തി. അനുവേട്ടത്തിന്റെ കഷ്ടകാലം ഇതുവരെ തീർന്നില്ലെന്ന് തോന്നുന്നു. അമ്മ അകത്തേക്ക് വാ. വാ. ചേച്ചി, ചേച്ചിക്ക് പണി തരാനുള്ള ആളെത്തിയല്ലോ. സ്ഥിരതാമസത്തിന് വന്നേക്കുവല്ലേ? സ്ഥിരമായിട്ട് ആരെങ്കിലും ഒരാളെ ഇവിടെ താമസിക്കും. ഒന്നുകിൽ അവര്, അല്ലെങ്കിൽ ഞാൻ. അനുചേച്ചി ആള് ബോൾഡ് ആയല്ലോ. ഇന്ദ്രേട്ടൻ കൂടെ നിൽക്കോ? അത് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. മിക്കവാറും ഞാൻ തന്നെയായിരിക്കും ഔട്ടാവുന്നത്. അപ്പൊ ഞാൻ ഏതെങ്കിലും ഹോസ്റ്റലിൽ ഒഴിവുണ്ടോന്ന് നോക്കാല്ലേ?
നീ ധൃതി വെക്കല്ലേ, ടൈമുണ്ടല്ലോ. നമുക്ക് നോക്കാം ഇത് എവിടെ വരെ പോകുന്നു.